കൈ ചുംബിക്കാം. ബാപ്പാന്റെ കൈ ചുംബിക്കുന്നത് സുന്നത്താണ്. പക്ഷെ നമ്മളെ കൂട്ടത്തിൽ ആൾക്കാർക്ക് അതൊരു പരിചയം പോരാ അല്ലേ? ഇപ്പൊ അടുത്ത് ഉംറക്ക് പോകുന്ന ഒരാളോട് ഉംറക്ക് പോകല്ല, ഇനി എന്താ അവസ്ഥ ചെയ്യേണ്ടത്? യാത്രന്റെ സുന്നത്തായ 2 റക്അത്ത് നിസ്കരിച്ചു, ചൊല്ലേണ്ടത് ദിക്റൊക്കെ ചൊല്ലി, നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് സൂറത്തൊക്കെ ഓതാനുണ്ട്, അതൊക്കെ ഓതി. യാത്രക്ക് വേണ്ടി ഒരുങ്ങുമ്പോ അങ്ങനെയാണ്. യാത്രയുടെ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് ചില ഓതേണ്ട സൂറത്തൊക്കെ ഓതി കഴിഞ്ഞിട്ട് ആയിരുന്നു അവിടെയുള്ള ആളുകൾക്കൊക്കെ സ്വതക്ക കൊടുക്കണം. യാത്ര പോകുന്ന ആൾ സ്വതക്ക കൊടുക്കൽ സുന്നത്താണ്. ഇനി ദുബായിലേക്ക് പോകുന്ന ആളാണെങ്കിലും ശരി, ജിദ്ദയിലേക്ക് പോകുന്ന ആൾ ശരി, യാത്രക്കാരൻ സ്വതക്ക കൊടുക്കുന്നത് സുന്നത്താണ്. പഴയ കാലത്തെ ഹജ്ജിന് പോകുമ്പോ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പഴയ കാലത്തെ ഹജ്ജിന് പോകുമ്പോ അങ്ങനെയാണ്. അന്ന് ചില്ലറയാക്കിയ 2ന്റെ നോട്ട് 1ന്റെ നോട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ അത് കാണാനില്ല, അത് വേറെ വിഷയോ. 2ന്റെ നോട്ട് 1ന്റെ നോട്ട് ഇഷ്ടം പോലെ ഉണ്ടാകും. എന്നിട്ട് ആ വന്ന ആളുകൾക്കൊക്കെ കൊടുക്കും. മുതിർന്ന ആളുകൾക്ക് ഒരു 10 രൂപ കൊടുക്കും, കുറച്ചുകൂടി ആളുകൾക്ക് 5 രൂപ കൊടുക്കും. 5 രൂപ 10 രൂപ എന്ന് പറഞ്ഞാൽ ലോഡ് കണക്കിന് അരി കിട്ടും. ഇന്നത്തെ പോലെയല്ല. അങ്ങനെ ചെറിയ കുട്ടികൾക്കൊക്കെ 1 രൂപ 2 രൂപ അങ്ങനെ കൊടുത്ത് എല്ലാവർക്കും സ്വതക്ക കൊടുക്കും, കുട്ടികൾക്കടക്കം. എന്നിട്ടാണ് ഹജ്ജിന് പോകുന്ന ആള് വീട്ടിൽ നിന്ന് വാഹനത്തിലേക്ക് കയറുക. ഇത് വല്ലാത്തൊരു സന്തോഷമുള്ള യാത്ര. ആ വാഹനത്തിലേക്കാണ് കയറി വാഹനം അങ്ങനെ നീങ്ങുമ്പോ വാഹനം പോകുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് ബാങ്ക് വിളിക്കും. അതും ഒരു സുന്നത്താണ്. അങ്ങനെ ബാങ്ക് വിളിക്കും. ആ സുന്നത്തൊക്കെ ചെയ്യും. ഉംറക്ക് പോകാൻ ഇറങ്ങുന്ന ആള് കാര്യങ്ങളൊക്കെ ചെയ്തിറങ്ങുമ്പോ ഞാൻ പറഞ്ഞു, ആരാ വീട്ടുകള്? ബാപ്പുണ്ട്, ഉമ്മണ്ട്, എന്നാ അവരെ ഒന്ന് മുസാഫത്ത് ചെയ്ത് കൈയൊന്ന് പിടിച്ച് മുത്തിക്കോളി എന്ന് പറഞ്ഞു, ചുംബിച്ചോളി, സുന്നത്താണ്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഉസ്താദെ മുസാഫത്ത് ചെയ്താ പോരെ, ചുംബിക്കണോന്ന്? ബാപ്പാന്റെ കൈ ചുംബിക്കൽ സുന്നത്താണ്. ബാപ്പ ആലിമാകണം എന്നില്ല. ബാപ്പ ആലിമാകണം എന്നില്ല. ബാപ്പാന്റെ കൈ നീ ചുംബിക്കുന്നത് ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടില്ല. ബാപ്പ നിനക്ക് ജന്മം നൽകാൻ നിമിത്തമായി എന്നൊരൊറ്റ കാരണം കൊണ്ടാണ്. ഉമ്മാന്റെ കൈയും നീ പിടിച്ച് ചുംബിക്കണം, ഉമ്മാമ്മയുടെ കൈയും പിടിച്ച് ചുംബിക്കണം, ഉപ്പാപ്പയുടെ കൈയും പിടിച്ച് ചുംബിക്കണം. സദാത്തുക്കളെ കൈ ചുംബിക്കുന്നത് അവർ അഹ്ലു ബൈത്തിൽ അംഗമായി എന്ന ബഹുമാനം കൊണ്ടാണ്. ഉലമാഇന്റെ കൈ ചുംബിക്കുന്നത് ഇൽമു കൊണ്ട് അല്ലാഹു ആദരിച്ചു എന്ന നിലക്കാണ്. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വേറെ കാരണങ്ങളുണ്ട്. ബാപ്പക്ക് ഒരു കാരണവും വേണ്ട, ബാപ്പ ബാപ്പായി എന്നുള്ള കാരണം കൊണ്ട് തന്നെ കൈ പിടിച്ച് ചുംബിക്കണം. അത് സുന്നത്താണ്, ഒരു പൊരുത്താണ്. ഉമ്മാന്റെ കൈയും പിടിച്ച് ചുംബിക്കണം. യാത്ര പോകുന്ന ആളുകൾക്ക് സുന്നത്താണ്. ഇതുവരെ ചെയ്യാത്ത ആൾക്കാർ ഇനി ചെയ്യാം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ.